സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് വാട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയുള്ളത്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി கொஞ்சம் போனா ரைட்டு தான் போனோம். ஓ பச்சைக்கறி இருக்குடா, இஞ்சி அதிரக்கு மேடிக்கணும்டா, இஞ்சி மேடிக்கணும். அது சின்ன மிளகு இருக்குது, அந்த சின்ன மிளகு നല്ല എരിവ് ഇരിക്കും. മഴ പെയ്തുകൊണ്ടിരിക്കണം മക്കളെ. ഇന്ന് 7-ാം തീയതി 5-ാം മാസം 7-ാം തീയതി ഞങ്ങൾ വാടയിൽ വന്ന് കാര്യമാക്കിയിട്ട് നാസിക്ക് പോയിട്ടിരിക്കുക. പച്ചക്കറികളൊക്കെ മഴയത്ത് നനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ മഴയിൽ ഒരുവിധം കച്ചവടങ്ങൾക്ക് വളരെയധികം നഷ്ടം ഉണ്ടായിരുന്നു, ലോക്കൽ കച്ചവടങ്ങൾ. വഴിയാണെങ്കിൽ വളരെ മോശമല്ല. മഹാരാഷ്ട്രയുടെ ചില ഉള്ളുവഴിയിൽ വരുമ്പോൾ വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള കുഴിയും. ഓ എന്നാ ചാട്ടം, എന്നാ കുഴിയുടേത്. ഇതിൽ വഞ്ചി ഇറക്കി തുഴയാൻ പറ്റും. ആഹാ कैसा है बारिश आएगा तो अच्छा धंधा है. ओ बहुत बारिश आया अंदर, मैं शटर डालेगा. क्या यार क्या पूछ रहे तो मैंने को क्या पूछेगा भाई. बारिश में बहुत चिकन हो गया रोड. ओके भी नहीं दिख रहा है, खड्डा भी नहीं दिख रहा है, कैसे चलाएगा क्या मालूम. अभी अंदर होने वाला है, देखा ये घाट रोड है ना, घाट रोड. कितना टाइम बचा मालूम नहीं आपका. घड़ी में देखना जरा, वही रोड है, घाटू रोड है ना. जंगल से जाने वाले हैं, जंगल से जाने के लिए. ओके ठीक है, जंगल रोड है बोल रहा है. पर्ची लेगा, जंगल का पर्ची है ना. अभी आराम से देखो रास्ता का मुश्किल है भाई. आगे का बात बोल. वो चोरी वाला इधर लपका कराएगा अभी, मालूम है क्या तुमको. इधर तो साफ चोरी वाले लोग हैं, लपका तो करेगा नहीं तो नहीं करेगा. वो आप उनके नसीब में रहेगा. आप उनका नसीब अच्छा रहेगा ना. हाँ जी बोल. नसीब खराब रहेगा ना, कुछ भी हो सकता है. तुम्हारा गांव किधर है. हमारा गांव जैसे 55 किलोमीटर आगे, बम्बई से वो വിരാട്. ഓക്കെ ടീക്ക്. നമ്മുടെ കൂടെയുള്ളവൻ്റെ വീട് വിരാടാണ്. അവൻ ബോംബെക്കാരനാണ്. ആള് ബോംബെയിൽ അവന് സ്വന്തമായിട്ട് വീടുണ്ട്, അവന് ബന്ധുക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആള് ഒന്നും കാണാനല്ലേ ക്ലാസ്സിൽ കൂടെ വീഡിയോ എടുത്തിട്ട്. സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ മലയുടെ താഴത്തോടെയാണ് പോണത്. ഇതൊരു ട്രിപ്പ് പോലെ പ്രതീക്ഷിക്കാൻ പറ്റിയ വഴിയാണ്. നല്ലൊരു എൻജോയ്മെൻറ്റ് രാസ്തിയാണ്, പക്ഷേ വഴിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഈ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. പോണേന് കുഴപ്പമുണ്ടായിട്ടല്ല. സീതാ അത് വാട പ്ലാന്റ് 1 കിലോമീറ്റർ. വാട പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് അതായത് അൾട്രാടെക് സിമെന്റിന്റെ ഒക്കെ ആ പ്ലാന്റ് ഉള്ളതാണ്. अभी इतना दूर है, राइट मिलेगा. कितना दूर है वो अन्ना गाड़ी बता था ना तुमको पहले. ये गाड़ी ചെറിയ ഗാവുകളും അതേപോലെ തന്നെ മഴ പെയ്തപ്പോൾ ഒരു പ്രത്യേക തണുപ്പും. വഴിയാണെങ്കിൽ ഒരു രക്ഷയില്ല, ആകെ കുണ്ടും കുഴിയും. ഈ മിററ് നമ്മുടെ ഫ്രണ്ടിൽ, മിററല്ല ഗ്ലാസ്, നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് വെള്ളം ഇങ്ങനെ നിൽക്കണോണ്ടേ ക്ലിയർ ആവത്തില്ല വീഡിയോ. ഈ ഘാട്ട് നമുക്ക് നാസിക്ക് വരെയുള്ള ഘാട്ട് ഫുള്ളാണ് പിടിക്കാറുണ്ട്. ഈ ഗ്ലാസ് പിന്നെയും കുഴപ്പമില്ല, ഈ ഗ്ലാസ് ഇവിടെ പിന്നെ നമുക്ക് ചെറുതായിട്ട് കാണാം. ചെറിയ ഹമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സ്കൂളാന്ന് തോന്നുന്നു, ചെറിയ സ്കൂള്, LP സ്കൂളാണോ? LP സ്കൂൾ. വാടയെന്ന് നാസിക്ക്, അതായത് വാടയെന്ന് നാസിക്ക് പോണ റോട്ടിൽ കൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ നല്ല മഴയാണ്.
ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതുപോലെ മാവും തോപ്പൊക്കെയാണ് കാണുന്നത്. ബോംബെയിൽ നമ്മൾ സൂര്യകാന്തി ചെടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിൽ. അവിടെ കൃഷിയുണ്ട്, സൂര്യകാന്തിരിയാണ്. അങ്ങനെ ബോംബെയുടെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത്, ബോംബെ ഔട്ടറാണത്. ബോംബെ കഴിഞ്ഞിങ്ങനെ ഔട്ടറിൽ കൂടെ ഇങ്ങനെ യാത്ര എന്ന് പറയുന്നത് ഒരു മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ്. നമുക്കൊരു പ്രത്യേക ഫീലിങ്ങും നല്ല സുഖമൊക്കെ കിട്ടും. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടായിരുന്നു ഇന്നലെ നല്ല അന്യായ ചൂടായിരുന്നു. ഇന്ന് മഴ. നാട്ടിൽ 7-ാം തീയതി ഇന്ന് മഴ ഇല്ല എന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോൾ. നാട്ടിലേ കാലാവസ്ഥ അങ്ങനെയല്ല, നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായി. ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് മഴ ഇല്ല എന്ന് പറഞ്ഞു. മഴയും യുദ്ധവും, പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള യുദ്ധവും, ഇന്ത്യ പാക് യുദ്ധം ബോർഡറിൽ, ഞങ്ങളിവിടെ മഴയായിട്ടുള്ള യുദ്ധം. അത് മാതളം കേട്ടോ, മാതളത്തിന് ചെറിയ ചെറിയ ചെയ്യണതാണ് നിൽക്കുന്നത്. മാതളല്ലേ, മാതളം നാരങ്ങല്ലോ, മാതളം. ഇവിടെയൊക്കെ നമ്മൾ കേരള വണ്ടി TM വണ്ടിയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് ചെറിയ ഗുണ്ടായിസൊക്കെ ഉള്ള ഏരിയയാണ്, ഉള്ള ഏരിയ വരുമ്പോൾ. രാത്രി പോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അല്ല ഈ ഉള്ളേരിയ പകല് തന്നെ നമുക്ക് റോട്ടിൽ കൂടെ ഓടാൻ പറ്റുള്ള മര്യാദയ്ക്ക്. എന്തായാലും നല്ല കാടിലൂടെ പോകുമ്പോൾ നല്ലൊരു സീനറിയും നല്ലൊരു തണുപ്പൊക്കെയുള്ള ഏരിയ പോലത്തെ അല്ല ഫീലിംഗ് അല്ലേ. പക്ഷെ നല്ല വെയിലുണ്ടായ എൻ്റെ ഇതുണ്ടാ, മറ്റേ മരത്തിന്റെ കൊമ്പും സാധനങ്ങളൊക്കെ ഉണങ്ങിയേക്ക. 10-15 ദിവസമൊക്കെ മഴ പെയ്ത് വെള്ളപ്പൊക്കാവും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. അതിപ്പോ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. കേരളത്തില് ഒരു മാസമൊക്കെ നിന്ന് പെയ്താലാണ് വെള്ളം പ്രളയം വരുന്നത്. ഇവിടെ അങ്ങനെയല്ലല്ല. ഇവിടെ 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിന്ന് പെയ്ത ചെറിയ ചെറിയ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കും. നിലമ്പൂർ കാട്ടിലെ തേക്കും തടിയാണല്ലോ. പക്ഷെ നിലമ്പൂരിൻ്റെ അത്ര പോരാ. ഞങ്ങളുടെ കേരളത്തിലെ നിലമ്പൂർ തേക്കും തടി അത്ര പോരാ മോനെ. പോലീസുകാർക്ക് നമ്മുടെ നാട്ടിലെ പോലീസുകാരെ പോലെ, നമ്മുടെ നാട്ടിലെ പോലീസുകാരല്ലേ നല്ലത്. കേരളത്തിലെ പോലീസുകാർ ഈ കൈക്കൂലി മേടിക്കലൊക്കെ ഇല്ലല്ലോ. പിന്നെ അവരവരുടേതായ കാര്യങ്ങളും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കറക്റ്റായി. ഇപ്പോൾ പഴയ പോലെ പണ്ട കാലങ്ങളിലെ പോലെ അല്ല. ക്രഷർ മാവും തോപ്പാണ് കാണുന്നത്. ക്രഷറുകളിലൊക്കെ പോണ വഴിയിലൊക്കെ മാവും തോപ്പൊക്കെ ഉണ്ട്. വലിയ ക്രഷറാണത്. ശിശിരകാലമേഘമിഥുന രതിപരാഗമോ അതോ പേരമരം പേരാ ഈ കാണുന്നതൊക്കെ പേരമരമാണ് സുഹൃത്തുക്കളെ. പേര. പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് സബർ ജില്ല അല്ലത്. സബർ ജില്ല പേര മാവണ ഏറ്റവും കൂടുതൽ. ബൗഡി എന്ന് പറഞ്ഞിട്ടാ. ഓ കിണറിനെ പറഞ്ഞതാ. ഈ കാവുള്ള ആരും കാണാനില്ല. ആൾ സഞ്ചാരം ഒന്നും. മഴ പെയ്തപ്പോ ഉള്ളി കയറിയ ആൾക്കാർ ഇരിക്കുക അവിടെ. 1000 താരകങ്ങൾ പിന്നണതമ്മേ. നല്ല മഴയാട്ടാ. ആ പാടത്തിന്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ടാ. നല്ല സീനറി അല്ലേ. അതിൻ്റെ ഉള്ളിൽ താമസമൊക്കെ സൂപ്പറാ. പക്ഷെ ഇവിടേക്ക് പല വ്യഞ്ജനങ്ങളൊക്കെ നമ്മുടെ പലചരക്കില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാശ് കൂടുതലാന്ന് തോന്നണൂടെ അല്ലേ. ഉണ്ടാ കാശ് കൂടുതലുണ്ടാ. മാട് വട്ടം ചാടി മക്കളെ. गाय महाराष्ट्र का गाय दे रोड का क्रॉस करेगा. ഇതൊക്കെ ഓരോ മരുഭൂമി പോലെ സ്ഥലമാണെങ്കിലും കൃഷിക്ക് ഒരു കുറവില്ല അല്ലേ. ഫ്രഷ് സാധനങ്ങൾ കിട്ടും. കൃഷി
നമ്മളിപ്പോൾ മേടിച്ച പച്ചക്കറികളൊക്കെ നല്ല പച്ചക്കറിയാട്ടാ. പിന്നെ അവിടെ കണ്ടില്ലേ ആ ലോക്കൽ വിൽക്കാൻ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നനഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നല്ല അല്ല ആ ഷെഡിലിരിക്കണല്ലേ, ആ ചെറിയ ചെറിയ കുടിൽ കെട്ടിട്ട് വിൽക്കണല്ലേ, അതൊക്കെ നല്ല പച്ചക്കറികളാ. അതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യണണ്ടാ. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് ഇവർ കൃഷി ചെയ്യണ വയസ്സല്ലേ സമ്മതിക്കണം. എന്നിട്ട് കൃഷി ചെയ്യണോ പച്ചപ്പയറാണോ അത്, വെണ്ടയ്ക്ക എന്നിട്ടാണോ എന്തോ. അവിടെ ഇറങ്ങി പോകാൻ പറ്റില്ല, കാരണം മഴയല്ലേ, നല്ല മഴയല്ലേ. നമുക്ക് കുറച്ച് നേരം അവിടെ ഇറങ്ങി പോയി നോക്കി എന്തെങ്കിലും തിന്നാനൊക്കെ ഇട്ട് ഇവിടെ. ഇനി ഇവിടെ നല്ല കാടാട്ടാ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, വണക്കം. ഓക്കെ, താങ്ക് യു. വണക്കം വണക്കം മക്കളെ, വേടം പറഞ്ഞ പോലെ വണക്കം വണക്കം. മറ്റൊരു വീഡിയോ കാണാൻ പോകും. നാസിക്കിലൊക്കെ ചെന്നിട്ട് സവോള കയറ്റാനുള്ള പരിപാടി. നമ്മൾ സവോള കയറ്റാൻ പോകുമ്പോൾ നമുക്ക് നാസിക്കിൽ വെച്ച് കാണാം. ഓക്കെ, ടാറ്റാ.